ഒരു ഏകപാത്ര നാടകം ശുഭ വയനാട് അവതരിപ്പിക്കുന്നു ഗാന്ധിജിയെക്കുറിച്ച്. നിങ്ങൾ എല്ലാവരും അതുകൂടി കണ്ടിട്ട് മാത്രം പിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഭാഗാന്ധി. ഞാനും മനൂപനും മഹാത്മാവിന്റെ ഹൃദയത്തിന്റെ രണ്ട് കവാടങ്ങളായിരുന്നു. ഇന്ന് മഹാത്മാവിന്റെ ഓർമ്മദിനമല്ല എനിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി മരണത്തിന്റെ വജ്രപർവ്വതം തുളച്ചു കടന്ന് ഇന്നും എന്നെപ്പോലുള്ള ജനകോടികളുടെ ഹൃദയങ്ങളിലായി ഇവിടെ സ്പന്ദിക്കുന്നു. ജനുവരി 30 മഹാത്മാവ് അനശ്വരതയിലേക്ക് മറഞ്ഞു. ആ രജകതാരകത്തിന്റെ ശോഭ കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും നിങ്ങൾക്ക് കാണാം. എന്റെ മുന്നിൽ, ഞങ്ങളുടെ മുന്നിൽ കിടന്ന് ആ പാവന ഹൃദയം എന്നേക്കുമായി നിശ്ചലമായി. കഴിഞ്ഞില്ലല്ലോ, കഴിഞ്ഞില്ലല്ലോ, കഴിഞ്ഞില്ലല്ലോ. എനിക്കത് തടയാൻ ആ നിമിഷം ഒരു നിമിഷം പോലും ലഭിച്ചിരുന്നില്ല. ലഭിച്ചിരുന്നെങ്കിൽ ആ വെടിയുണ്ട ഞാൻ ഏറ്റുവാങ്ങുമായിരുന്നു. മഹാത്മാവിന്റെ നെഞ്ചകത്തിനു മുന്നിൽ ഒരു കാവൽ മാലാഖയാവാൻ കാലം എന്നെ അനുവദിച്ചില്ല. കഴിഞ്ഞിരുന്നുവെങ്കിൽ ചിരിച്ചുകൊണ്ട് ഞാൻ ബാപ്പുജി ജീവനോടെ ഇരിക്കുന്നത് കണ്ട് സായുജ്യമടയുമായിരുന്നു. മനുഭായ്, അവൾ ആകെ ഇടിവെട്ടേറ്റതുപോലെ തകർന്നു പോയിരുന്നു. നിങ്ങൾ ഗാന്ധിയെ മറന്നു. അധികാരത്തിന്റെ ഉന്മത്ത ലഹരിയിൽ മഹാത്മാവിനെ വധിച്ച ഘാതകന്റെ കണ്ണുകൾ നിങ്ങളിൽ ഞാൻ കാണുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ, ശിരസുകൾ അധികാരത്തിന്റെ വിഭ്രാന്തിയിലാണ്. അതെ, ആ ഘാതകന്റെ ഘോരമായ കണ്ണുകളിൽ ത്രസിച്ച വിദ്വേഷം, വെറുപ്പ്, അസഹിഷ്ണുത, ദംഷ്ട്രകൾ നീളുന്ന വിഷയാസക്തി, അത് നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നു. പ്രാർത്ഥിക്കാനെന്ന വ്യാജേന മഹാത്മാവിന്റെ മുന്നിൽ മുട്ടുകുത്തി കൂപ്പുക എന്ന വ്യാജേന ഒളിപ്പിച്ചു വെച്ച തോക്കു ചൂണ്ടി ബാപ്പുജിയുടെ പ്രാണൻ കവർന്ന കശ്മലന്റെ തന്ത്രം, സാമർഥ്യം, കുടിലത, കള്ളത്തരങ്ങൾ, വഞ്ചന, ഇവയെല്ലാം നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നു. ഒരു പക്ഷേ അതെന്റെ തോന്നലാവാം. ആ തോന്നൽ ഹൃദയത്തിൻ്റെതാണ്. നിങ്ങൾ ഗാന്ധിയെ മറന്നു. പക്ഷേ നിങ്ങൾ ഗാന്ധിജിയെ ഓർക്കും. ജീവിതത്തിൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റൊരുവന്റെ വേദനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, നേടിയതൊന്നും നേട്ടങ്ങളല്ല എന്ന തിരിച്ചറിവ് വരുമ്പോൾ, സഹായിക്കപ്പെട്ടവരാൽ തന്നെ ക്രൂശിലേറ്റുമ്പോൾ, അവിടെ അവിടെ ആ മഹാത്മാവ് അനുഭവിച്ച യാതനകൾ നിങ്ങൾക്ക് ഓർമ്മ വരും. അഹിംസ എന്നത് പറയാൻ എളുപ്പമാണ്.
എന്നാൽ അത് പ്രവർത്തിക്കാൻ 1000 ആണവായുധങ്ങളെക്കാൾ തീവ്രമായ ഒരു മനസ്സാണ് വേണ്ടത്. അഭാഗാന്ധി വിടവാങ്ങുന്നു. ഇനി യാഥാർത്ഥ്യങ്ങളുടെ പ്രതിബിംബങ്ങളിലേക്ക്. അവനെന്റെ ശത്രുവാണ്, അവനെന്റെ ശത്രുവാണ്, അവനെ കടിച്ചു ഞാൻ കീറും. അവനെന്റെ ശത്രുവാണ്, അവനെന്റെ ശത്രുവാണ്, അവനെ കടിച്ചു ഞാൻ കീറും. മനുഷ്യരക്തത്തിനു മധുര ലഹരി. ഞാൻ ചക്രവർത്തിയാകുന്നു. നാം കൽപ്പിക്കുന്നു, നമ്മുടെ പ്രജകളെ മുഴുവൻ അന്ധരാക്കുക. ഇത്രയും കോടി ജനങ്ങളുടെ കണ്ണു കുത്തിപ്പൊട്ടിക്കുന്നത് എങ്ങനെയാണ് മഹാരാജാവേ? എടോ വങ്ക, അന്ധരാക്കാനുള്ള മയക്കുവെടി അതാണ് മതം. മതത്തിന്റെ വനഗർഭത്തിൽ നിന്നും ധാർമ്മികതയുടെ വൃക്ഷലതാദികളും മറ്റും കത്തിച്ചാമ്പലാക്കി കൊടും വിഷസർപ്പങ്ങളെയും ക്രൂര മൃഗങ്ങളെയും പുറത്തുവിടുക. ബാക്കിയെല്ലാം നമ്മുടെ ലക്ഷ്യം പോലെ നടക്കും. സുഹൃത്തുക്കളെ, മഹാദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ഗാന്ധിയെ വീണ്ടെടുക്കുക, ഗാന്ധിയെ വീണ്ടെടുക്കുക, ഗാന്ധിയെ വീണ്ടെടുക്കുക. നമ്മളൊന്ന് എന്ന ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാ മാസവുമാണ് ഒരു പ്രോഗ്രാം നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് വളരെ അവിചാരിതമായി നമുക്ക് വളരെ വിലപ്പെട്ട ഒരു അതിഥിയെ കിട്ടിയത് കൊണ്ടാണ് നിങ്ങളെ ഒരിക്കൽ കൂടി ഈ മാസം തന്നെ ഇവിടെ ക്ഷണിച്ചത്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന്. അടുത്ത മാസം നമുക്ക് വീണ്ടും പരിപാടി ഉണ്ടാവും. അതിൽ എല്ലാവരും എത്തിച്ചേരണമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.